പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ള പണം എത്രയാണെന്നറിയാമോ? 377 കോടി രൂപ. 6000 കോടി രൂപ ബാക്കി ട്രഷറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാവങ്ങൾ കുട്ടികൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കണ്ടേ? ആ 377 കോടി രൂപ കൊടുത്തോ? ഭാര്യയോടെ ഒന്ന് പറയാണ്, ഭാര്യയോടെ എന്റെ പോക്കറ്റിലുണ്ട്, ഞാൻ ഒരു പൈസ ചിലവാക്കിയിട്ടില്ല. കൊടുക്കാനുള്ള കടക്കാർ വാഴക്ക് നിൽക്കുകയാണ്. വാഴയിൽ തുറന്ന പത്രക്കാരനും പാലുകാരനും പലചരക്കടക്കാരനും ഇറച്ചി മേടിച്ചവരും മീൻ മേടിച്ച കൊണ്ടുവന്ന പാവപ്പെട്ട സ്ത്രീയൊക്കെ പുറത്തു നിൽക്കുകയാണ്. എന്നിട്ട് വാതിലടച്ചിട്ട് അകത്ത് നിന്ന് ഭാര്യയോട് പറയാം, 50,000 രൂപ ഞാൻ അതുപോലെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. ഇതെല്ലാം നടന്നത്. ഞാനത് പെട്ടെന്ന് ആളുകൾക്ക് 6000 കോടി ട്രഷറിയിൽ ബാക്കി ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകിയില്ല? എൻ്റെ മോനെ ഇന്ന് നിയമസഭയിൽ വിറപ്പിച്ച് VD സതീശൻ. എനിക്ക് തോന്നുന്നു ഇത് കേട്ടോണ്ടിരുന്ന പിണറായി വിജയൻ ചിലപ്പം നിയമസഭയിലെ പുറകുവശത്താണ് വാതിലുണ്ടായിരുന്നെങ്കിൽ അതുവഴിയേക്കാണ് ചിലപ്പോൾ പുള്ളി ചാടി ഓടി പോയി കളഞ്ഞാൽ തലയും മുണ്ടിട്ട്. ആ രീതിയിലുള്ള ഇടിവെട്ട് സാധനമാണെന്ന് VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ജനങ്ങൾക്ക് വ്യക്തവും നല്ല കൃത്യവുമാവുന്ന രീതിയിലാണ് പുള്ളി ഓരോ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എത്ര പേര് കണ്ടെന്നറിയത്തില്ല, ഞാനിവിടെ വെച്ചുതരാം. എന്തായാലും VD സതീശന് ഇഷ്ടമുള്ള ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്താല്ലേ കഴിഞ്ഞ 10 കൊല്ലത്തെ നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് മേഖലകളിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ക്രമക്കേടുകളൊക്കെ നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കിയുണ്ടായിരുന്നു. അതുപോലെ എന്തുകൊണ്ട് എന്നിട്ട് ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകിയില്ല എന്നുള്ളൊരു ചോദ്യം, അത് പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. അതിനകത്ത് യാതൊരു ഡൗട്ട്സും ഇല്ല. ഓക്കെ, ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. റോമാഞ്ചിഫിക്കേഷൻ എന്ന് പറയണം. നമ്മൾ ഇങ്ങനെ ആയിരിക്കണം കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി അല്ലേ? ഇപ്പം വളരെ വ്യക്തമായിട്ട് സർക്കാരിൻ്റെ സാമ്പത്തിക ഇടപാട് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ സാമ്പത്തിക ഇടപാട് വളരെ സിമ്പിളായിട്ട് വളരെ വ്യക്തമായിട്ട് VD സതീശൻ അവതരിപ്പിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കിപ്പ് ചെയ്യാതെ ഈ നിയമസഭയിലെ കാര്യങ്ങൾ ഇതുപോലെ കാണുന്നത്. പിണറായി VD സതീശൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരു ശകലം പോലും സ്കിപ്പ് ചെയ്യാതെയാണ് ഞാൻ കണ്ടത്. കാരണം അത്രയ്ക്കും നമ്മൾ കേട്ടിരുന്ന് പോകും. എന്നാലും ഞാനൊരു ഇവിടെ വെച്ച് തരാം. VD സതീശൻ അവതരിപ്പിച്ചേക്കുന്ന ധവളപത്രമാണ് പുള്ളി അവതരിപ്പിച്ചേക്കുന്നത്. എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ദീർഘമായിട്ടൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും പ്രസംഗിക്കുന്നില്ല, ഒരുപാട് സമയവും ഞാൻ എടുക്കുന്നില്ല. പക്ഷേ നമ്മൾ അറിയേണ്ടത് ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ മുന്നിലുള്ള പ്രതിസന്ധികൾ. ഇപ്പൊ പറഞ്ഞു ധനപ്രതിസന്ധി. ആ ധനപ്രതിസന്ധി ഉണ്ട്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഗവൺമെന്റ് കൊടുക്കേണ്ട പണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള പ്രചരണം എന്താ? 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. സർ, ട്രഷറിയിൽ പൈസ വരും, പല രീതിയിൽ വരും. ഇത് IGST ഗ്രാൻഡിന്റെ പൈസ വന്നു ലാസ്റ്റ് ആയപ്പോഴേക്കും. വേറെ ചില കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാൻഡ് വന്നു. സർ, മെയ് 16-ാം തീയതി നമ്മൾ എന്നാണ് അധികാരത്തിലേറ്റെടുക്കുന്നത്? അതിനുശേഷമാണ് 18-ാം. മെയ് 16-ാം തീയതി 6000 കോടി ഉണ്ടോ? 2000 കോടി രൂപയുള്ളൂ. അപ്പൊ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ. ഇവിടെ ഇരിക്കുന്ന ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ ഒരു സ്റ്റാഫിന് 50,000 രൂപ സാലറി ഉണ്ടെന്ന് സങ്കല്പിക്കുക. 50,000 രൂപ കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. 50,000 രൂപ. ആൾക്ക് 25,000 രൂപ പലചരക്കടയിൽ കൊടുക്കണം ശമ്പളം കിട്ടുമ്പോൾ. പുള്ളി പലചരക്കടയിൽ കൊടുക്കുന്നില്ല, അത് പോക്കറ്റിൽ വയ്ക്കുന്നു. പാല് മേടിച്ച കാശ് കൊടുക്കുന്നില്ല. 1-ാം തീയതി ആകുമ്പോൾ പാലുകാരൻ വരുമ്പോൾ കൊടുത്തില്ല. പത്രക്കാരൻ്റെ കാശ് കൊടുക്കുന്നില്ല. മനസ്സിലായേ? ആർക്കും കൊടുക്കുന്നില്ല. ആ ഇറച്ചിയും മീനും മേടിച്ച സ്ഥലത്ത് അവർക്ക് പോലും പൈസ കൊടുക്കുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, എൻ്റെ പോക്കറ്റിൽ 50,000 രൂപ ബാക്കിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ 6000 കോടി രൂപ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ LSCD മിനിസ്റ്റർ ഇവിടെ ഇരിക്കുന്നു. ലോക്കൽ ബോഡിയുടെ 3-ാം ഗഡു നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? 1982 കോടി രൂപ നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? കയ്യിൽ പണം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ലയബിലിറ്റി എന്തൊക്കെയാണ്? നിങ്ങൾ എവിടെയെല്ലാമാണ് നിങ്ങൾ പണം കൊടുക്കാനുള്ളത്? നിങ്ങൾ ആ പണം കൊടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ പണം കൊടുത്തിട്ടില്ല. പട്ടിക വിദ്യാർത്ഥികൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക്
നിങ്ങൾ കൊടുക്കാനുള്ള പണം എത്രയാണെന്നറിയാമോ? 377 കോടി രൂപ. 6000 കോടി രൂപ ബാക്കി ട്രഷറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാവങ്ങൾ കുട്ടികൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കണ്ടേ? ആ 377 കോടി രൂപ കൊടുത്തോ? നിങ്ങൾ കൊടുത്തോ? 21,000 കോടി രൂപ ജീവനക്കാർക്ക് DA അരിയസ് വെച്ചിട്ടാണ് സർക്കാർ ഇറങ്ങുന്നത്. അത് കൊടുത്തില്ലല്ലോ. എന്നാ 6000 കോടി ബാക്കിയുണ്ട്. ഒരു അരിയസ് കൊടുത്തേക്കാം, തീരുമാനിച്ചില്ലല്ലോ. പെൻഷനർമാർക്ക് 14,387 കോടി രൂപയുടെ അരിയസ് ഉണ്ട്. കൊടുത്തോ? കൊടുത്തിട്ട് എന്താ അല്ലേ കേരളത്തിൻ്റെ യഥാർത്ഥ കടബാധ്യതയും അതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയും ഒളിച്ചു വയ്ക്കാതെ സത്യസന്ധമായ കണക്കുകൾ ധവളപത്രത്തിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയ PD സതീശൻ എൻ്റെ മോനെ പുലി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വേണം മുഖ്യമന്ത്രി. ഒന്നും മറച്ചു വെക്കില്ലേ. എല്ലാം ജനങ്ങളാണല്ലോ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ആളുകളെയും വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് ഓരോ സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് തന്നെ. അപ്പോൾ ആ ജനങ്ങളുടെ മുമ്പിൽ തുറന്നൊരു പുസ്തകമായിരിക്കണം. എനിക്കൊന്ന് PD സതീശൻ പുള്ളി ഒരു നല്ലൊരു പുസ്തകമൊക്കെ ഒരുപാട് വായിക്കുന്നത് ഒരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കും ഇത്രയും അറിവും അല്ലേ. ഇങ്ങനെ വേണം CM ആയി കഴിഞ്ഞാൽ അല്ലേ. പുള്ളി ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. എല്ലാം ട്രാൻസ്പെറൻസി ആയിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നങ്ങോട്ട് പറയാം. നല്ല കൃത്യമായിട്ട് തെളിവ് ഉൾപ്പെടെ നല്ല വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചത്. എന്തായാലും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ കേട്ടോ. എന്തായാലും ഒരു ലൈക്ക് കൊടുത്തേക്കണേ വീഡിയോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ബാക്കിയും കൂടെ ഒന്ന് കേട്ടു നോക്കാം. കൊടുത്തോ? കൊടുത്തിട്ടില്ലല്ലോ. ഞാനിനി അതും പോട്ടെ, അതെല്ലാം പോട്ടെ. ആ സപ്ലൈകോയ്ക്ക് കൊടുക്കാനുണ്ടല്ലോ ഒരു 2,893 കോടി രൂപ. ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റം നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് 6,000 കോടി രൂപ ട്രഷറിയിലുണ്ട്. ഇനി നിങ്ങളെടുത്ത് ചെലവാക്കിക്കോ എന്ന് പറയുന്ന നിങ്ങൾ എന്തേ അത് കൊടുക്കാതെ പോയത്? 2,893 കോടി രൂപ ഇവിടെ വിലക്കയറ്റം നിയന്ത്രിക്കേണ്ട സർക്കാരിന്റെ ഏജൻസിയാണ്, മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസിയാണ്. നിങ്ങൾ അവർക്ക് കൊടുത്തോ? എന്തിനാണ് ആ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുണ്ട് 476 കോടി ഇല്ലേ? ഇവിടെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്ത മരുന്ന് വിതരണം നടത്തി നല്ല മരുന്ന് കിട്ടാൻ വേണ്ടി ആ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുക. അവർക്ക് നല്ല മരുന്ന് വിതരണം നടത്താൻ വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലേ ഈ പൈസ? കൊടുത്തില്ലല്ലോ. കൊടുത്തില്ല. 476 കോടി രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത്. ഞാനിപ്പോ കുറച്ച് സ്കീംസ് മാത്രമാണ് പറഞ്ഞത്. പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള കാരുണ്യ സ്കീംസിൽ 2,017 കോടിയുണ്ട്. നിരവധിയായിട്ടുള്ള ബാധ്യതകൾ. ഇപ്പൊ ഇമ്മീഡിയറ്റ് ലയബിലിറ്റീസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടൊരു കഥ ഉണ്ടാക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക. 6,000 കോടി ബാക്കി വെച്ചിട്ട് പോയിരിക്കുക. 16-ാം തീയതി നമ്മൾ അധികാരത്തിലേക്കുമ്പോ 2,000 കോടിയാണ്. ഞാൻ ഇതിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽ ഈ വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ട്രഷറി ബാലൻസിനെ കുറിച്ചും ട്രഷറി ബാലൻസിന്റെ സിസ്റ്റത്തെ കുറിച്ചും. അത് ഓരോ സമയത്ത് ചിലപ്പോൾ പൈസ വരും, ഓരോ സമയത്ത് പൈസ വരും. പക്ഷേ നമ്മുടെ ലയബിലിറ്റീസ് അവിടെ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ 50,000 രൂപ പോക്കറ്റിൽ വെച്ചിട്ട് നമ്മളോട് പറയാണ്, കണ്ട ശമ്പളം കംപ്ലീറ്റ് എന്റെ പോക്കറ്റിലുണ്ടെന്ന്. ഭാര്യയോടെ ഒന്ന് പറയാണ്, ഭാര്യയോട് എന്റെ പോക്കറ്റിലുണ്ട്, ഞാൻ ഒരു പൈസ ചിലവാക്കിയിട്ടില്ല. കൊടുക്കാനുള്ള കടക്കാർ വാഴക്ക് നിൽക്കുകയാണ്. വാഴയിൽ തുറന്ന പത്രക്കാരനും പാലുകാരനും പലചരക്കടക്കാരനും ഇറച്ചി മേടിച്ചവരും മീൻ കൊണ്ടുവന്ന പാവപ്പെട്ട സ്ത്രീയൊക്കെ പുറത്തു നിൽക്കുകയാണ്. എന്നിട്ട് വാതിലടച്ചിട്ട് അകത്ത് നിന്ന് ഭാര്യയോട് പറയാ, 50,000 രൂപ ഞാൻ അതുപോലെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. ഇതെല്ലാം നടന്നത്. ഞാനത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാന് എന്നോട് ഒരുപാട് പേര് ചോദിക്കുക, സാറിന് നല്ല സുഖമായല്ലോ. ഞാൻ ചെന്തായി അല്ല ധനകാര്യ വകുപ്പല്ലേ? അതെ. ആ പഴയ മന്ത്രി 6,000 കോടി ബാക്കി വെച്ചിട്ടല്ലേ പോയേക്കണത്. അടിച്ചു പൊളിക്കാമല്ലോ. അപ്പൊ അവരോടാണ് എന്നോട് ചോദ്യം ചോദിച്ച അവരോടാണ് ഞാൻ ഈ ഒരു ജീവനക്കാരൻ, ശമ്പളം കിട്ടിയ ജീവനക്കാരന്റെ കഥ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായല്ലോ, കാര്യം മനസ്സിലായില്ല. ഇതാണ് സാമ്പത്തിക അവസ്ഥ. സാർ ഇതിന് മാറ്റമുണ്ടാകണം. എൻ്റെ മോനെ PD സതീശൻ മോനെ വേറൊരു ലെവൽ, ഒരു രക്ഷയില്ലല്ലേ. ജീവിതത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ് ഇതുപോലെ ഇത്രയും കണ്ടിരുന്നു പോകുന്ന ഒരു ഈ പറഞ്ഞ സൂക്ഷ്മമായിട്ടൊക്കെ നമ്മൾ നിരീക്ഷിച്ച് നല്ലത് കേട്ട് ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കുന്നൊക്കെ പറയില്ല, കണ്ടിരുന്നു പോയി കേട്ടോ. എൻ്റെ പോലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല വ്യക്തമാക്കി നല്ല എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ച് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കഴിഞ്ഞ 10 വർഷത്തെ ദൂരത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. മനസ്സിലായല്ലോ എന്തൊക്കെയാണ്
10-20 വണ്ടികൾ, അതിനകത്ത് സൈറനുള്ള വണ്ടി, സൈറൻ ഇല്ലാത്ത വണ്ടി, പിന്നെ കറുത്ത കാറ് വേണം, വലിയ അലോയ് വീല് വേണം, എന്തൊക്കെയായിരുന്നു അമേരിക്കൻ കത്തി ഒലക്കയുടെ മൂടി. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതൊക്കെ പാവങ്ങൾക്ക് പോകേണ്ട, പാവങ്ങളെ ഇതിലോട്ട് പോകേണ്ട പൈസകളാണ് ഇതൊക്കെ. അതൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആര്യാഹാരം കഴിക്കുന്ന ആളുകളുണ്ടെങ്കിലൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.